ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഒരു തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തണ്ണിമത്തൻ്റെ പകുതിയാണ് എടുക്കണത്. അപ്പോൾ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം: നാളികേരം, പഞ്ചസാര, നാരങ്ങനീര്, പുതിനല, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത്രയ്ക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ തണ്ണിമത്തനിൽ നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഐസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിലാണ് അടിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ചേരുവകളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റാണ് ഞാൻ തണ്ണിമത്തൻ ഇട്ട് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി നാളികേരമൊക്കെ അരഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ തണ്ണിമത്തൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് അരിച്ചെടുത്തു. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ തണ്ണിമത്തൻ ഇപ്പോൾ ഈ ചൂട് സമയത്ത് നല്ലതാണല്ലോ. അപ്പോൾ പല രീതിയിലും ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ തണ്ണിമത്തനുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം. അപ്പോഴേക്കും വാവച്ചിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോയി കിടന്നു. അപ്പം ഞാൻ വേഗം അതൊക്കെ അരിച്ചെടുത്തിട്ട് 4 ഗ്ലാസ്സിലൊഴിച്ച്, ഞങ്ങൾ 4 പേരാണല്ലോ. അപ്പോൾ വാവച്ചിക്ക് കൊടുത്തിട്ട് അവളോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അവൾ പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.